എടാ കാർത്തിക, ആ പണക്കാരി പെണ്ണ് നാണിച്ചപ്പോ നീ ആ സിത്താർ വായിച്ചില്ലേ? കള്ളക്കിട. അതെ, നീ ഇതിനു മുമ്പ് ബെൻഹറിനും ബ്രേവ്ഹാർട്ടിനും അല്ലേ വായിച്ചത്? വർഷം കുറെ ആയാലും ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങേരെ കേക്കോടാ. എടാ കാർത്തിക, അവളൊരു പണക്കാരി പെണ്ണ്, ഇവൻ ഒന്നുമില്ലാത്തവൻ. അവൻ അവളുടെ തലയിൽ പൂ വെച്ച് കൊടുത്ത പ്രേമം. അവൻ ഹീറോ ആടാ, അവൻ വെച്ചാ വരുമല്ലോ. അതുപോലെ നമ്മളൊരു പൂ വെച്ച് കൊടുത്താലോ? പോലീസ് വരും. എന്നാ നമ്മുടെ സിനിമയിലെ പണക്കാരി പെണ്ണ് പാവാടാ. എന്താ? അവളൊരു പിച്ചക്കാരനെയല്ലേ പ്രേമിക്കുന്നത്. ഓക്കെ, റെഡി സാർ. എങ്ങനെയുണ്ടാ? ഉഗ്രനായിട്ടുണ്ട്. എത്ര ശാന്തമായ അന്തരീക്ഷം. രക്ഷപ്പെട്ടു. അയ്യോ, എന്താ വിജയ്, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ. കൊച്ചു കുട്ടികൾ അങ്ങനെയാണ്. വീണ്ടും ഇവിടെ ശാന്തമായത് കണ്ടോ? ഈശ്വര. എക്സ്ക്യൂസ് മീ, യെസ്, ഈ ഫ്ലാറ്റ് നമ്പർ 17D എവിടെയാ? അതിനവിടെ ആരും താമസിക്കുന്നില്ല സർ. അതെനിക്കറിയാം, ഞങ്ങൾ അവിടുത്തെ പുതിയ താമസക്കാർ. ഓ അങ്ങനെയാണോ സാർ? എന്റെ പേര് ഷൺമുഖം എന്നാ. ഓ, ഇവിടെ സെക്യൂരിറ്റി മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് ഞാനാ. ചുരുക്കത്തിൽ പറഞ്ഞാ ഇതിന്റെ ടോട്ടൽ കൺട്രോൾ എന്റെ കയ്യിലാ. എന്റെ പേര് കാർത്തിക്. ഹലോ സർ. ഇത് വിജയ്. ഹലോ സർ. സാർ ഇതിലെ നേരെ ഫ്ലാറ്റ് ആണ് സർ. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ. ഓക്കെ ഓക്കെ സർ. ഹലോ, ഹൗ ആർ യു? ഫൈൻ അങ്കിൾ. അതെ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. നിങ്ങളുടെ കർച്ചീഫ് താഴെ വീണ് കിടന്നാ. താങ്ക് യു. എന്താ? താങ്ക് യു. അങ്ങനെ ആയിക്കോട്ടെ. എടാ വിജയ്, കർച്ചീഫ് എടുത്ത് കൊടുത്തതിന് ഇത്ര വികാരം എന്തിനാ? നീ എന്തിനാ ചിരിക്കുന്നു? അല്ല, ഒരു നിമിഷം നീ ആ പിച്ചക്കാര പയ്യനും അവളാ പണക്കാര പെണ്ണോട് നോർത്തു പോകും. എടാ കാർത്തിക്, നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം. പിന്നെ ബെല്ലടിക്ക്. വി അനന്തകൃഷ്ണൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. യെസ്, ഞങ്ങള് അടുത്ത ഫ്ലാറ്റിലെ പുതിയ താമസക്കാരാ. പ്ലീസ് കം ഇൻ. അകത്തേക്ക് വരൂ. ഐ ആം അനന്തകൃഷ്ണൻ. ഐ ആം കാർത്തിക്. ഓ, വിജയ്. വെരി ഗുഡ്. പ്ലീസ് ബി സീറ്റഡ്. ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ഞാനാകട്ടോ. ഓ, ജാനു. എന്റെ ഭാര്യ ജാനു. ഓ, നമസ്കാരം. നമസ്കാരം. ഇന്നും ഞങ്ങളുടെ പാല്. ഇവര് അടുത്ത ഫ്ലാറ്റ് താമസിക്കാൻ വന്നവരാ. അതെയോ? എന്റെ മോന. പേര് അർജുനൻ. നിങ്ങൾ എവിടാ ജോലി ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും മ്യൂസീഷ്യൻസാ, കീബോർഡ് പ്ലേയേഴ്സ്. ഓ, ഗാനമേളയ്ക്ക് വായിക്കുന്നവരാണോ? നോ സർ, ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരാ. മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ എന്ന് കേട്ടിട്ടില്ലേ? ഓ, എനിക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഞങ്ങളാ വായിക്കുന്നത്. അപ്പോ ചന്ദ്രമുഖിയിലെ പാട്ടല്ല? ഞങ്ങളാ വായിച്ചത്. നേരാണോ? കൊഞ്ച നേരം എനിക്ക് ഒരുപാട് ഇഷ്ടത്. എത്ര നന്നായിട്ട് പാടുന്നു. താങ്ക് യു. എന്റെ മോനും കീബോർഡ് പഠിക്കുന്നുണ്ട്. മ്യൂസിക് എന്ന് വെച്ചാൽ അവന് ജീവനാ. കണ്ടാലേ അറിയാലോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ അവന് കുറച്ച് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ. ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി. പാട്ട് മാത്രമല്ല, പാചകവും നന്നായിട്ട് ചെയ്യുമല്ലേ? നല്ല അവിയലിന്റെ മണം വരുന്നുണ്ടല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കൊച്ചു പാത്രത്തെ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഉണ്ടാക്കേണ്ട താമസം ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടമായി സർ. ഫാമിലിക്ക് എപ്പോഴാ വരുന്നത്? അവരാരും ഇങ്ങോട്ട് വരുന്നില്ല സർ, ഞങ്ങൾ മാത്രമേ കാണും. അമ്മ ഏട്ടൻ്റെ കൂടെ ഡൽഹിയില, ഇവൻ എപ്പോഴും എൻ്റെ കൂടെ കാണും. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, ഇപ്പഴാ കർച്ചീഫ് എടുത്ത് കൊടുത്തത് സർ. ഇതുവരെ ഒന്നും ആയില്ല സർ. എനിക്കും ആയിട്ടില്ല സർ. നീ അകത്ത് പോ. നീ അകത്ത് പോ ജാനു. യു മീൻ യുവർ ബാച്ചിലേഴ്സ്? സർ, എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അതെ സർ, ഇവന് സർപ്പദോഷമുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് റൂൾസ് പ്രകാരം ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാറില്ല. ആന്താ സർ? ഇതിനു മുമ്പ് 4 ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾ ബാച്ചിലേഴ്സിന് കൊടുക്കാറില്ല. എല്ലാ ഹൗസ് ഓണറിനും ലെറ്റർ അയച്ചിരുന്നല്ലോ. ഞങ്ങളുടെ ഹൗസ് ഓണർ സൗത്ത് ആഫ്രിക്കയിലാണ് സർ. അറിയാം, അയാളെ ഞാൻ അറിയിച്ചിരുന്നല്ലോ. സാർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെയുള്ള ബാച്ചിലേഴ്സ് അല്ല. അബ്ദുൽ കലാം, വാജ്പേയി ഇവരെ പോലെ വളരെ മര്യാദക്കാരാണ്. അതെ സർ,
ഞങ്ങൾ രാവിലെ പോയ പിന്നെ രാത്രിയെ വരും. ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അത് മാത്രമല്ല 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തുപോയി. സോറി, റൂൾസ് ഒന്നും ഉണ്ടല്ലോ. നിങ്ങൾ വേറെ വീട് നോക്കിയോ? ശരി, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സർ. ഞങ്ങൾ ഹൗസ് ഓണറോട് സംസാരിച്ചിട്ട് സാറിനോട് പറഞ്ഞോളാം. വാ വിജയ്. അങ്ങോട്ട് എവിടെ പോവാ? മൊന്ത എടുക്കാൻ പോവാ. ഓ, മോനെ ഒരുപാട് പാലം കുടിക്കും, ധോണിയെ പോലെയോ. ഒരു വഴിയേ ഉള്ളൂ. ബാച്ചിലേഴ്സിന് വീട് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ വേഗം ഒരു കല്യാണം കഴിക്കും. നിന്റെ അമ്മയെ നിർബന്ധിക്കല്ലേ. നിന്റെ എന്നാ നീ കഴിക്കും. നോക്ക്, നീ ഒരു ബാച്ചലർ ആയതുകൊണ്ട് വീട് കിട്ടില്ല. ഞാനൊരു ബാച്ചലർ ആയതുകൊണ്ട് പെണ്ണെ കിട്ടില്ലടാ. ഒന്ന് ചുമ്മാരിയാണ്. എടാ സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആ സെക്രട്ടറി അയാളും കല്യാണം കഴിച്ചു. നിനക്കെന്തിന്റെ കുറവാടാ? ആദ്യം നിന്റെ അമ്മയോടൊന്നും പറ, വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. അങ്ങനെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല വിജയ്. അതൊക്കെ സമയമാകുമ്പോൾ നടക്കും. എന്താ? നമ്മുടെ മനസ്സിന് പിടിച്ചൊരു പെണ്ണ് കൺമുമ്പിൽ വരണം. അവളെ കണ്ട ഉടനെ തോന്നണം ഒരു 100 വർഷമെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന്. എന്താടാ ചങ്ക് പൊട്ടുന്നടാ. നീ വെറുതെ കളിയാക്കല്ലേ. പിന്നല്ലാതെ കണ്ടൊപ്പം തന്നെ എങ്ങനെ തോന്നണം? അതങ്ങനെയാടാ. നീ ഈ കോമിക് ബുക്സിൽ കണ്ടിട്ടില്ലേ? തലയ്ക്ക് മുകളിൽ ബൾബ് കത്തും, മണിയടിക്കുന്ന ശബ്ദം കേൾക്കും. അതിന് നീ ഒരു ഇലക്ട്രീഷ്യൻ ആവണം. അതൊന്നും നടക്കില്ല. എടാ നടക്കൂടാ. അത് പോട്ടെ, ആ സെക്രട്ടറി എന്ത് ചെയ്യാൻ പോവാ? നീ ബൾബ് കത്തിക്കുന്നതിന് മുമ്പ് അയാൾ ഫ്യൂസ് ഊരിക്കൊണ്ട് അയാളോട് പോകാൻ പറ. അയ്യോ, കണ്ടോ പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവന് ചൂട് കണ്ടില്ലേ? എടാ വിജയ്, നിനക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ലടാ. എങ്ങനെ ഈ ബൾബ് കത്തുന്നത്, മണിയടിക്കുന്നത്? വാസ്തവത്തിൽ ഞാനിത് എന്താ ഇനി ഒന്നും പറയണ്ട പ്ലീസ്. പറയാൻ സമ്മതിക്കില്ലല്ലോ. എത്ര ദിവസമായി നിന്നോട് ഞാൻ പറയാൻ തുടങ്ങിട്ട് പറഞ്ഞ ഒരു അനുസരണില്ല അല്ലേ? ചവിട്ടിക്കിട്ട് ഞാൻ നിനക്ക് അത്ര അഹങ്കാരമായി. ഞാനൊരാണാണടി, ഇങ്ങനെയൊക്കെ കാണിക്കും. എന്നെ നോക്കാനാണ് നീ ആണാണോ ചോദിച്ചേ? ചവിട്ടിക്കൊല്ലി ഞാൻ നിന്നെ. ഒരു മൂക്ക് തിടുന്ന എന്റെ അടുത്ത ഇനി മേലാൽ എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ. എന്താ എന്റെ കൈ കയറി എന്തിനാടി പിടിച്ചേ? നീ ആരാ? നീ എന്താ വിജയശാന്തിയാണെന്ന വിചാരം? വിടാൻ എന്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ ഈ ഏരിയയിൽ ഒരൊറ്റ ജനിച്ചിട്ടില്ല. ഒരു പെണ്ണായ കാരണം കൊണ്ട് വെറുതെ വിടുന്നതാ. ഒരാണാണെന്ന് വിചാരിച്ചോ അവനെ ഞാൻ ചവിട്ടി എല്ലോടിച്ചിട്ടുണ്ടാവും. നീ എന്നെ അടിച്ചൂലേ? നിന്നെ ഞാൻ കാണിച്ചു. അയ്യോ, എന്റെ തല കറങ്ങുന്നേ. ഭൂതം ഭാവി വർത്തമാനം ഒക്കെ കാണാം. മണിയടിച്ചു, എപ്പ കല്യാണം കഴിക്കാൻ ചോദിക്കേണ്ടതല്ലേ? അതിനിടയിൽ ഓട്ടോ കയറി പോയി കളഞ്ഞു. എന്തൊരു പെണ്ണാടാ അത്, എന്തൊരു ധൈര്യമാ. ആ ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു പോയടാ. വയസ്സായവളാണ് വിജയ്. ഞാൻ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞതാ. ഒരു ദിവസം ഒരുത്തൻ എൻ്റെ അമ്മയുടെ ഹാൻഡ് ബാഗ് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു. അവനെ ഓടിച്ചിട്ട് പിടിച്ച് റോഡിലിട്ട് തല്ലി അവശനാക്കി. അതിനുശേഷം എനിക്ക് എന്നെ ഹാൻഡ് ബാഗ് തൊടാൻ പേടിയാ. മനസ്സിലായി. കുറച്ചു നാളായി നമ്മൾ അടിയിടി കമേഴ്ഷ്യൽ പടമല്ലേ ചെയ്യുന്നത്. ആദ്യം നിന്നെ നശിപ്പിച്ചു. അവൾ ആരായിരിക്കും വിജയ്? അവള് ആരെ പോലെ ഇരിക്കുന്നു വിജയ്, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഓക്കെ? നീ നന്നാവില്ലടാ. നീ എന്ത് വേണേലും പറഞ്ഞു. ബീതോവന്റെ ജന്മദിനത്തിൽ നമ്മൾ കുടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ നീ പറയുന്നത്? അദ്ദേഹം നമ്മളെ പോലെ ഒരു കലാകാരനല്ലേ, നമ്മൾ വേണ്ട ആഘോഷിക്കാൻ. അതല്ലാതെ നമ്മൾ ഡെയിലി കുടിക്കുന്നുണ്ടോ? അവസാനം കുടിച്ചത് മൈക്കിൾ ജാക്സന്റെ ബർത്ത്ഡേക്ക്. അത് കഴിഞ്ഞ ആഴ്ചയാ. അത് അവന്റെ പ്രശ്നം. നോക്ക, ഇപ്പൊ തീർക്കാം. ഹലോ, ചിക്കൻ കഴിക്കാം, ഗാർലിക് ചിക്കൻ. എനിക്ക് വേണ്ട, വെളുത്തുള്ളിയുടെ അഭിഷേകം അതില്. കാർത്തിക്, വെളുത്തുള്ളി ഈസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. എന്തെന്നാ രാവിലെ ഒരു വെളുത്തുള്ളി, വൈകിട്ട് ഒരു വെളുത്തുള്ളി കഴിച്ച 100 വർഷം ജീവിച്ചിരിക്കുന്ന എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പറയാൻ മാത്രമല്ല, അങ്ങനെ തന്നെ ജീവിച്ച് കാണിച്ചു. അങ്ങനെയാണോ? എന്നാൽ 62ാമത്തെ വയസ്സിൽ ഒരു ആവശ്യമില്ലാതെ ചത്തുപോയി. എങ്ങനെ? അതോരോ ദിവസം കുളി കഴിഞ്ഞ നനഞ്ഞ തോർത്തൊന്ന് കുടഞ്ഞു, 1-2 തുമ്മി ടാറ്റാ പറഞ്ഞു. അപ്പോ വെളുത്തുള്ളി? കാർത്തേ, ജീവിതത്തിലെ ചില വിഷയങ്ങള് വെളുത്തുള്ളിക്ക് പോലും രക്ഷിക്കാനാവില്ലടാ. എന്താടാ ഇത്, ബീറിന് ഇങ്ങനെ ഒരു പിടുത്തം? അത് നമ്മൾ വല്ലപ്പോഴല്ലേ കുടിക്കുന്നത്, അതുകൊണ്ടാ. അപ്പൊ ഡ്രെയിൻ അടിക്കാല്ലേ? ഹലോ. ഹലോ, ഐ എം പ്രീതി. ഐ എം കാർത്തിക്.
ആ മിൻസ മാമുൽ ഹക്ക് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. നിങ്ങള് മ്യൂസീഷ്യൻ ആണോ? അതെ. ഞാനും ഗിറ്റാർ പഠിക്കുന്നുണ്ട്. നിങ്ങൾ കർച്ചീഫ് താഴട്ട പോലെ ഗിറ്റാർ താഴട്ടാലേ അവനടുത്തത്. എടാ എന്നിട്ടും ഒരു മൈൻഡ് ഇല്ലല്ലോ. ഓക്കെ, എന്നാ കുട്ടി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോകാൻ വരട്ടെ. തട്ട് കിട്ടി, ഇനി പോവാം. അല്ല, നീ എപ്പോഴാ ഇൻസമാമുൾ ഹക്കായത്? പിന്നെ എന്റെ പേര് വിജയ് എന്ന് പറഞ്ഞല്ലോ അവൾ എന്നെ പ്രേമിക്കും. എന്താണ് എടാ കാലത്ത് ബിയർ കുടിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ? കുടിച്ചിട്ട് ആമ്പക്കം വിടുമ്പോഴും ബിയർ വിജയ്, ഇത് ഫ്ലാറ്റാ. എടാ വിജയ്, ഒന്ന് മിണ്ടാതിരി. എടാ നീ ശബ്ദം ഉണ്ടാക്കല്ലേ. എടാ ആൾക്കാർ കേൾക്കൊന്നും മിണ്ടാതിരിക്കേ. എടാ വിജയ്, നീ എന്തായി കാണിക്കുന്നത്? വിജയ്, എടാ എന്താ എന്താ വിജയ് ഇത്? ഇത് സെക്രട്ടറിയുടെ വീടാ. എന്താ എന്താ ഇത്? എന്തായി കാണിക്കുന്നേ? സോറി സർ, സോറി. എടോ, എത്ര ധൈര്യം ഉണ്ടേട്ടാ കുടിച്ചിട്ട് ഇവിടെ വന്ന് ഛർദ്ദിച്ചത്? അയ്യോ, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല സർ. ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആ, ഹാപ്പി കൈയൊന്നും വേണ്ട. ബർത്ത്ഡേ ആണെങ്കിൽ ഓരോ വീട്ടിലും പോയി ഛർദ്ദിക്കോ? ഇല്ല സാർ, ഞാൻ കഴിഞ്ഞ എന്താ? നീ എന്നെ കളിയാക്കാ? ഞാൻ ആരാന്നറിയാമല്ലോ, സെക്രട്ടറി ഓഫ് ദ അപ്പാർട്ട്മെന്റ്. ഒരു മിനിറ്റ് സർ, കൈ എടുക്കണം. ഒരു മിനിറ്റ് നടക്കണം. അയാൾ എന്തിനെ കിടന്ന് നല്ല വിളിക്കുന്നത്? നീ ഇനി ഒരു അക്ഷരം അനക്ക് മിണ്ടരുത്. അകത്തേക്ക് പോ, ചെല്ല്. ഛർദ്ദിക്കണമെങ്കിൽ അകത്ത് ബാത്റൂം ഉണ്ട്, അവിടെ ചെന്ന് ഛർദ്ദിക്ക്. ആക്ച്വലി സാർ, വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടല്ലോ. കുളമാക്കാതെ പോടാ. സാർ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല സാർ. ഒരു ഇത്തിരി ബിയർ അടിച്ചു, അതവന് പിടിച്ചിട്ടില്ല. ചിലപ്പോ പതിവില്ലാത്തോണ്ടാ. എന്റെ അടുത്ത് എന്നിട്ട് വേല ഇത് സാർ, ഇത് ഞാൻ 5 മിനിറ്റിനുള്ളിൽ ക്ലീൻ ചെയ്യാം സാർ. സാർ ഒരു വൃത്തികെട്ട ഒരു സ്വപ്നമായിട്ട് കണ്ടാൽ മതി. എന്താടാ? എന്താ? എന്തിനാ നീ വീണ്ടും ഇങ്ങോട്ട് വന്നേ? എന്തിനാ ഇങ്ങോട്ട് വന്നേന്നാ? ഇതിനാണ് ഇത്രയും ബിയറും കുടിച്ചിട്ടില്ല സാർ. Yes, this is the limit. I will call the police. എന്തിനാ സാർ പോലീസ്? ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾ ഇവിടുന്ന് പോകണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയേക്കാം സാർ. കുറച്ച് സമയം വേണം സാർ. എത്രയോ? 1/2 മണിക്കൂർ? വേറെ വീട് നോക്കണ്ടേ സാർ? അല്ലെങ്കിൽ 1 മണിക്കൂർ? അയ്യോ സാർ, എത്ര വേണ്ടി വരും? ഒരു 2 വർഷം മതിയോ? മതി. Take 5 years. I will call the police. സാർ, Police. സാർ, ജാനു, സാർ, get ഞങ്ങൾ myself പോയിക്കോളാം, out. ഞങ്ങൾ പോയിക്കോളാം, സാർ. സത്യമായിട്ടും പോയിക്കോളാം. വേറെ വീട് ഇന്ന് തന്നെ നോക്കിക്കോളാം സാർ, പ്ലീസ്. ഇവിടുന്ന് പോടാ, പോടാ. നീ കുടിച്ചിട്ടുണ്ടല്ലേടാ? ഒന്നുമില്ല ജാനു, നീ പുറത്തേക്ക് വരണ്ട. നീ വിജയ് അല്ല, എന്റെ വിധിയാ. Get lost.